നിക്കടാ. ഇവറോ ഞാൻ കേറിയല്ലോ. അങ്ങോട്ട് നീങ്ങിരിക്കടാ. അങ്ങോട്ട് കൊറേ ആയി ഓടിക്കാൻ തുടങ്ങിയിട്ട്. സംഭവം നിയമപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി ഇതുപോലുള്ള കേസായിട്ട് എൻ്റെ കൈ കിട്ടിയ നല്ല ഇടി ഞാൻ ഇടിക്കും. മനസ്സിലായോ? ഓ സാർ, ഇനി ഇനി കോളേജിൽ പോവാന്ന് പറഞ്ഞാൽ കോളേജിൽ പോകണം, അല്ലാതെ പാർക്കിൽ പോകരുത്. ഇല്ല സാർ, ഇനി ഉണ്ടാവില്ല. എന്നാ വയ്ക്കോ, വിളിച്ചോണ്ട് പോളൂ. മര്യാദയ്ക്ക് വളർത്തണം പിള്ളേരെ. തന്തയും തള്ളയും എല്ലാത്തിനും ഞാൻ അടിക്കും. എന്തൊരു ഇടി അടിക്കുന്നത്, ഒരുപാട് മനുഷ്യ പറ്റില്ലാത്ത. അവരങ്ങ് തീർന്നു പോയാലോ? ഇടിക്കട്ടോ. അന്ന് അവൻ ആ ഹോട്ടലിൽ വന്ന് എന്തിനാണെന്ന് അറിയണ്ടേ? സഹദേവ, നീ എല്ലാറ്റും ന്യായീകരിക്കുമ്പോൾ ഇതും ന്യായീകരിക്കല്ലേ? എടോ, അവനെങ്ങാൻ തീർന്നു പോയാലേ നമ്മളെല്ലാരും കുടുങ്ങും. കുടുങ്ങുന്നാണോ എന്റെ പ്രശ്നം? കേട്ടോന്നേ, തട്ടലും മുട്ടലും കൂടാതെ ആ പൈസ എങ്ങനെ നമ്മുടെ കൈ കിട്ടുന്ന ഞാൻ ചിന്തിക്കുന്നത്. അതിലൊരു പങ്ക് കിട്ടിയാൽ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതില്ല. എന്നാ ഒരു നല്ല ഇടി ഇടിച്ചോട്ടെ. അയ്യോ സാർ, അയ്യോ താൻ എന്തോടെ കാണിക്കുന്നേ? ആളെ മനസ്സിലായോ? നമ്മുടെ ജോർജിന്റെ ഹോട്ടലിൽ ഇടിക്കാടോ? താനാര്? ഭരചന്ദ്രൻ IPS അതോ ബൽറാം? ഇവനെ കുഞ്ഞുമോന്റെ ആളെ സാറേ. ഒന്ന് മാറോ, അല്ലെങ്കിൽ അവൻ ചത്തു. കുറെ ഓടിച്ചോ. ഇരിക്കവിടെ, ഇരിക്കാൻ ചോദിക്കാൻ ഒന്ന് തെളിച്ച് പറയുന്നത്. അത് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിനക്ക് തല്ലുള്ളത് രക്ഷപ്പെടാം. സത്യം മാത്രം പറയുള്ളൂ സാർ. പറ, എന്ത്? നേരെ നിക്കടാ. നീ എന്തിനാ ഹോട്ടലിൽ വന്നത്? പൊറോട്ട ബീഫ് തന്നെ. സത്യം നിനക്ക് കുഞ്ഞമ്മതുമായിട്ട് എന്താ ബന്ധം? ആരാണത്? കുറെ നേരം ഈ സാർ ചോദിക്കുക. എനിക്കറിയില്ല. കുറെ നേരം കേട്ടിട്ടുമില്ല സാർ. സത്യം ഇതിനാണ് തല്ലി. ഫോണിൽ എടുത്തേ. ലോക്കത്തിൽ ഇങ്ങനെ വരച്ചാൽ മതി വെറുതെ. സാർ ബാലൻസ് കേട്ടോ. കോണ്ടാക്ട് ലിസ്റ്റിലോ ഫോൺ ഹിസ്റ്ററിയിലോ കുഞ്ഞമ്മ നമ്പർ ഉണ്ടോ നോക്കി. ഇതിനകത്ത് കുഞ്ഞമ്മന്റെ നമ്പർ ഒന്നുമില്ല സാറേ. അപ്പൊ അവന് കുഞ്ഞമ്മതുമായിട്ട് വലിയ ബന്ധമൊന്നും കാണുകയല്ല. പിന്നെ നീ എന്തിനാടാ അന്ന് ഹോട്ടലിൽ ഞങ്ങളുടെ ടേബിളിന്റെ അടിയിലോട്ട് കയറി വന്നേ? അയ്യോ, അതാണ് സാറേ കാര്യം. അത് ഞാൻ ഒരു പലിശക്കാനെ കണ്ടപ്പോൾ കയറി ഒളിച്ചതാണ്. അയാളെ കണ്ടപ്പോൾ കയറി അതിൻ്റെ അകത്ത് കയറിയതാണ്. സത്യം സാറേ. ഒന്ന് പറയാം സാറേ, സത്യം കേട്ടോ. വക്കീലേ, എന്താ നമ്മുടെ സ്റ്റേഷനിലോട്ടൊക്കെ? വക്കീലായി പോയില്ലേ, അപ്പൊ കോടതി സ്റ്റേഷനൊക്കെ കയറിറങ്ങേണ്ടി വരുമല്ലോ. വക്കീലിരിക്കും. എന്താ വിശേഷിച്ച്? ഇവിടെ ഡിസൂസ എന്ന് പേരുള്ള ആരെങ്കിലും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ? ഡിസൂസയോ? ഇല്ല, അങ്ങനെ ഒരാൾ കസ്റ്റഡി ഇല്ല. അയ്യോ, ഞാൻ ഡിസൂസ സാർ. നീ എസ്തപ്പാന്നല്ലോ പറഞ്ഞേ? അല്ല, ഡിസൂസ എസ്തപ്പാൻ അങ്ങനെ രണ്ടുപേരുണ്ട് സാർ. ചിലർ ഡിസൂസ വിളിക്കും, ചിലർ എസ്തപ്പാന്ന് വിളിക്കും. എന്താണ് സാർ ഞാൻ? എന്താ അയാൾക്കെതിരെയുള്ള ചാർജ്? പബ്ലിക് ന്യൂസൻസ്. അപ്പൊ മെഡിക്കലൊക്കെ എടുക്കുമായിരിക്കും അല്ലേ? നല്ല തല്ല് കിട്ടിയ പോലെ ഉണ്ടല്ലോ. മെഡിക്കലൊക്കെ എന്തിനാ? ഞങ്ങൾ ഇതിന് കേസൊന്നും എടുക്കുന്നില്ല. ആളുകൾ കൂട്ടം കൂടുതൽ തല്ലുന്ന കണ്ടപ്പോ ഇദ്ദേഹം വന്ന് രക്ഷിച്ചു, അത്രേ ഉള്ളൂ. ലേടോ, ഈ സാറേ രക്ഷപ്പെടുത്തിയത്. കേസൊന്നും എടുത്തില്ലെങ്കിൽ എനിക്കയാളെ കൊണ്ടുപോകാലോ അല്ലേ? കൊണ്ടോ? ഇനി മേലെ എത്ര അഭ്യതായിട്ട് വന്നാക്കൽ. ഞാനെന്ത് സാർ? ഫോൺ. താങ്ക് യു സാർ. പറ്റേ സാർ, പോവാം മാഡം. ഇവരെന്ത് എന്നെ വിളിക്കാൻ വന്നത്? ആരും ഇട്ടത്? സാറെന്താ കേസൊന്നുമില്ലെന്ന് പറഞ്ഞു?
പിന്നെ പറയാതെ എടോ മെഡിക്കലിൽ കൊണ്ടുപോയി താൻ തന്നെ അപ്പിടാൻ പോകുന്നേ. പണ്ടൊരു ആദിവാസി ചെക്കനെ തല്ലിയതിനെ നമ്മുടെ ലക്ഷ്മണനെ 6 മാസം അകത്ത് കിടത്തിയത് ഓർമ്മയുണ്ടോ? ആ മുതലായത്. ആക്ടിവിസ്റ്റാ, ആക്ടിവിസ്റ്റ്. ചേച്ചി ആ സൈഡിലൊന്ന് നിർത്തിയാൽ മതി. ഇവിടെ നിർത്തിയാൽ മതി. ആരാണ് അയച്ചത്? ആശ അയച്ചതാ. ആശേ? ആ ആശ. ആ ഓ ആ ശരി. താങ്ക് യു ചേച്ചി. നിനക്കെന്താ ഇത്ര വലിയ ഗൗരവം? എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇരിക്കാൻ പറ്റുമോ? തന്തയുടെ അടുത്തോട്ട് കെട്ടിയെടുക്കാൻ പറ്റാഞ്ഞിട്ടായിരിക്കും. എന്തൊക്കെ ബഹളയെന്ന്. പേഴ്സ് തിരിച്ചു കൊടുക്കുന്നു, ഫോൺ വിളിക്കുന്നു, അച്ഛനെ കൊണ്ട് തറവാട്ടിൽ പോകുന്നു, പണി കൊണ്ട് കിടപ്പിലായപ്പോൾ സമാധാനമായില്ലേ? എന്നിട്ട് ഓളും കൊണ്ട് തിരിഞ്ഞു നോക്കിയോ? സ്റ്റേഷനിൽ അഡ്വക്കേറ്റിനെ കൂട്ടത് ജാമ്യക്കാർ അവരാണ്. പോലീസിനെ കൂടെ പിടിപ്പിച്ച ഓളല്ലേ? പോലീസിനെ പിടികൊടുത്തല്ലേ. പക്ഷെ പോലീസ് പിടിച്ചിട്ട് ഏതൊരു കുഞ്ഞോന്റെ പേര് കൊണ്ട് ഇടിയോടിടി കുനിച്ചിരുത്തി നല്ലിടി. അതെന്താന്ന് മാത്രം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. മതി മതി, നല്ല നീരുണ്ട്. കുഴപ്പമില്ല മതി. ഇങ്ങനെ പോകണമെങ്കിൽ കുറച്ചും കൂടി ഇടികൊള്ളാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരുമിച്ച് പിടിക്കാം. മതി. അപ്പം എല്ലാ ദിവസവും ചൂടുവെള്ളം കരുതല്ലേ? ഓ ഓ കരുനാക്കല്ലോ. അതിന് ഷെയർ കൂടെ എന്നെ വിളിക്കരുത് കേട്ടോ. എന്താ ഇവിടെ? ഇത് കുറച്ച് കഞ്ഞിയാ. ഇവിടെ എല്ലാ ദിവസവും കഞ്ഞിയാ. ഒരു സൂക്കട് കാണാൻ വരുമ്പോഴെങ്കിലും കുറച്ച് പൊറോട്ട ബീഫും കൊണ്ടുവന്നൂടെ? ഇവ വെറുതെ തമാശയാണ്. എനിക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കാൻ നേരത്ത് എല്ലാ ദിവസവും കഞ്ഞിയായിരുന്നു. ഞാനാ സ്കൂളിൽ കഞ്ഞി വിളമ്പിക്കൊണ്ടെന്ന് വെച്ചാൽ ബാക്കി വരുന്ന അവസാനം വരുന്ന കഞ്ഞി അത് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. അതായിരുന്നു എൻ്റെ അത്താഴം. ഏതുവരെ പഠിച്ചു? ഉറവിൽ 7ാം ക്ലാസ് വരെ. ഹൈസ്കൂളിൽ കഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പോയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്. നല്ല നല്ല മാറ്റമുണ്ട്. കണ്ടോ ഇവിടെ കണ്ടോ കുറവുണ്ട്. ഇവിടെ നല്ല ചതവ് കുറവുണ്ട് അല്ലേ? നല്ല ഒടിവാ. കുറഞ്ഞില്ലേ ഒടിവ്? ആ എന്നാ ശരി, കാണാം, പിന്നെ വരാം. അയ്യോ അയ്യോ പോലെ പോലെ ഇരിക്കും. ഒരു ചായ ചായപ്പൊടി പഞ്ചസാരയൊന്നും ഇല്ല ഇവിടെ. അല്ല, അല്ലെങ്കിലും ചായ ഒന്നും വേണ്ട. അനുവിന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിയതാ. ഒരു ദിവസം വീട്ടിലേക്ക് വാ, അസുഖമൊക്കെ മാറിയിട്ട് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരാം. ഞാൻ വന്നോളാം. ഒരു മിനിറ്റ്, ഓട്ടോ വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ അന്ന് കഞ്ഞി വേണ്ട കേട്ടോ. നാളെ പള്ളി പെരുന്നാളായിട്ട് നല്ല കച്ചവടമായിരിക്കും അല്ലേ? അങ്ങനൊന്നും പറയാൻ പറ്റില്ല, കച്ചവടമല്ലേ. എന്താ നിങ്ങളുടെ പേര്? ജോർജ്. പോലീസുകാരൊക്കെ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറല്ലേ? അതെ, 4 രൂപ ചേഞ്ച് ഇല്ല. ഒരു കാര്യം ചെയ്യാം. ആവട്ടെ, വേണ്ട, ഞാൻ തീർത്തോളാം. ഇതിലെ പോകുമ്പോഴേ പോലീസ് വണ്ടി പുറത്ത് നിർത്തിയിടുന്ന കാണാറുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. എന്നാ പോകട്ടെ. ജോർജ് പറ. സാറേ, കടയിൽ ഇപ്പോൾ ഒരാൾ വന്നിരുന്നേ. അയാളുടെ സംസാരത്തിൽ ഒരു പന്തികേട് തോന്നി. ഞാൻ അയാളുടെ ഫോട്ടോ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. സാറേ, ആളെ അറിയോ നോക്കിയിട്ടൊന്ന് പറയണേ. ഒരു സെക്കൻഡേ. ജോർജേ, അത് പണിയാ കേട്ടോ.
അത് നീ എത്ര പെട്ടെന്ന് പൈസ ഒന്ന് മാറ്റിക്കോ. സാറേ ഇത്രയും വലിയ തുക പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു. നീ ഒന്ന് ആലോചിച്ച് എന്താണേലും കാണിക്ക്. ആ ആ ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിക്കോളാം. ഞാൻ വിളിക്കാം അപ്പം. ആ എബ്രാ സാറേ, ഒരു പണി വരുന്നുണ്ടല്ലോ. സാറിപ്പോൾ എവിടെയാ? പെട്ടെന്ന് വാടോ. തുറന്നു കൊടുക്കട. എവിടെയാണോ ഓണർ? മുതലാളി അകത്തുണ്ട് സാർ. വിളിക്ക്. ഞാൻ ജോർജ്, ആ. ഈ ഹോട്ടലിന്റെ ഉടമയാ. ഈ ക്ലോസ് ബോർഡൊക്കെ തൂക്കി. ഇതിനകത്ത് എന്താ പരിപാടി? ഒരു പരിപാടിയില്ല സാറേ. അതെ, ഈ വെപ്പുകാരൻ വരാത്തോട് കച്ചവടം നടക്കില്ല. എന്നാ പിന്നെ ക്ലീനിങ് ആക്കാന്ന് കരുതി. ഞാൻ വിജിലൻസ് ചെയ്യായി ഇക്ബാൽ. ഓ ഓ, ഇതിനകത്ത് കള്ളപ്പണ സൂക്ഷിച്ചിട്ട് അറിവ് കിട്ടി. അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നാ. ഇവിടെയോ? ആ എന്റെ സാറേ, ആരെ ഇല്ലാ കഥകളൊക്കെ പറഞ്ഞു തന്നെ. അത് ശരി. ഇവിടെ വെക്കാൻ പറ്റില്ല. അല്ല അങ്ങനെയൊന്നുമില്ല. ആ പോയി പെട്ടെന്ന് നോക്കണേ. ചെല്ലേ പെട്ടെന്ന് കവർ ചെയ്യും. ആ എടാ മോനെ നിന്ന് എവിടെ വന്ന്? അതൊക്കെ പോവാൻ നിന്ന്. എവിടെ നിന്റെ സ്ഥലം എവിടെ? നല്ല മൊബൈലാണെന്നാ. ഉണ്ണിത് കയ്യിൽ വയ്ക്ക്. നിന്റെ സ്ഥലം എവിടെ? എവിടെ? അടുത്ത പോകണോ? ചിറ്റൂര്. ചിറ്റൂ. ഇരിക്കും സാറേ. ഇരുത്തണ്ട. ഞങ്ങൾ ഇരുന്നോളാം കേട്ടാ. നോക്ക് ഉണ്ണി, പെട്ടെന്ന് നോക്ക്. എന്തായി? വച്ച് നോക്കിക്കൊണ്ടിരിക്കുക. വിളിക്കാം. ആ സുരേഷ്, എന്തായി? ഇവിടെ ഒന്നും കണ്ടില്ല സാറേ. ഒന്നുമില്ല സാറേ. ഉണ്ണി കിട്ടിയോ? ഒന്നുമില്ല സാറേ, ഇവിടെ എല്ലാം നോക്കി. ഒന്നുമില്ല. സുരയ്ക്ക് തെറ്റിയോ? ആ മനോജിന്റെ അടുത്ത് പറഞ്ഞേക്ക്. അവൻ എവിടെ കൊണ്ട് പൂഴ്ത്തിയാലും ഞാൻ പൊക്കോന്നു. ഫോൺ കൊടുത്തേക്കടോ. സാറേ, ഒരു ചായ കുടിച്ചിട്ട് പോവാം. ക്ഷീണിച്ചതല്ലേ? വേണ്ടേ? അമ്മര് മാറ്റിയാടോ സാധനം. കയറും. ജോർജേ, എടോ എന്റെ കാര്യം മറന്നു പോരുത്. നോക്കണം. അതോടാ തരാമടോ. ആദ്യം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇനി എന്തോന്ന് തീരുമാനം ഉണ്ടാക്കാനോ? എന്റെ കയ്യിലോട്ട് വന്നല്ലേ തനിക്ക് തരാൻ പറ്റൂ. തനിക്ക് എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് വല്ലതും തരുള്ളൂ എന്ന് പറയുന്ന ഒരു തരം ഞൊണ്ടിയാട്ടോ. ഫിലിപ്പേ, അലമാര കയറ്റി ഇവിടെ നോക്ക്. പറഞ്ഞ പണിയേ. ആ ചെല്ല്. എന്തടോ എന്ന കളി കളിക്കുന്ന ഒന്ന് വലിച്ചു വായി കെട്ട്. എവിടെന്നെങ്കിലും കിട്ടിയ ഇൻഫർമേഷൻ ആയിട്ട് വന്നോളൂ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? പിന്നെ നിങ്ങൾ ശരിക്കും നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇൻഫർമേഷൻ ആണെന്നറിയോ? ഏടോ ഇത് തെറ്റാണെന്ന്. അവിടെ അന്വേഷിക്കാൻ ഒരു സ്ഥലവിന് ബാക്കിയില്ല. കക്കൂസ് അടക്കം അന്വേഷിച്ച മനസ്സിലായോ? പണവും കുണവും ഒരു പിണ്ണാക്കൂല്ല അവിടെ. എന്നാൽ ഹോട്ടലിലെ പണിക്കാരൻ പറഞ്ഞില്ല പണം അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അതെങ്ങനെ ഇല്ലാണ്ടായി? താമ്പോ റെഡിയാണോ? അതിന് എനിക്കല്ലല്ലോ വിജിലൻസിൽ ജോലി. നിങ്ങൾ ഇതും പറഞ്ഞ് തെറ്റണ്ട. ഇന്നത്തോടെ ദിവസം കഴിഞ്ഞ് പോകുന്നില്ലല്ലോ. നമുക്കൊരു വഴി ഉണ്ടാക്കാം. ഏതായാലും അവനെ കൊണ്ട് ഞാൻ ആ കാശ് തീറ്റിക്കൂല. അവന്റെ പിന്നാലെ ഞാനുണ്ടാവും. എടോ, തൻ്റെ ഒരാളുടെ വാക്ക് വിശ്വസിച്ച വീട്ടിൽ പണം ഞാൻ വെക്കാമെന്ന് സമ്മതിച്ചത്. കുഴപ്പമൊന്നുമില്ലല്ലോ. സാറ് ധൈര്യമായിട്ടിരിക്കുന്നത്. ആ, അത് മതി. സാറിൻ്റെ വീടാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ സാറൊരു പകൽമാന്യനായോണ്ടേ ആരും സംശയിക്കത്തൊന്നുമില്ല. മോളെ ഹലോ, എന്താ വിളിച്ചേ? നിങ്ങൾ പറഞ്ഞിട്ടൊന്നും പറഞ്ഞ അലമാരി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആ എത്തിയോ? ആ നല്ലൊരു അലമാര കണ്ടപ്പോൾ ഞാനത് വാങ്ങി. ഇഷ്ടപ്പെട്ടാ? ആ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ലെഫ്റ്റ് സൈഡിലെ ഡോർ തുറക്കാൻ പറ്റുന്നില്ലെന്നേ. ലെഫ്റ്റ് സൈഡിലെ ചാവി കാണുന്നില്ലെന്ന്. തുറക്കാൻ പറ്റുന്നില്ലേ? അതെ, ഞാൻ വന്നിട്ട് തുറക്കാം. നീ അത് കുത്തിപ്പൊളിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ ശരി. സേഫായിട്ട് എത്തിയോ? സേഫായിട്ട് എത്തി. അവള് പറയാ പൈസ ഇരിക്കുന്ന ഡ്രോയുടെ ചാവി കാണുന്നില്ലെന്ന്. അതങ്ങനെ കാണാനാ? ചാവി എന്തേ അല്ലേ?
സാറ് ഇതെപ്പെത്തി? ഞാനിപ്പോ എത്തിയുള്ളൂ. ആ, ഞാൻ മോളെ ബസ് കയറ്റാൻ പോയതായിരുന്നു. സാറെന്താ വന്ന കാലം നിൽക്കുന്ന കയറിയിരിക്കേ? ഓ, ഷൂ ഒക്കെ അഴിച്ചിട്ട് മനോജ് പോരും, പെട്ടെന്ന് പോണോ? അതാ. ആ അതെ, ഡോ താനെന്താ തീരുമാനിച്ചത്? അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല സാറേ, പല വഴി ആലോചിക്കുന്നുണ്ട്. എടോ എന്തെങ്കിലും ഒന്നും തീരുമാനിക്കുക. 3 ദിവസമായി ആ സാധനം എൻ്റെ വീട്ടിലിരിക്കുന്നു. മനുഷ്യൻ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എന്റെ പൊന്ന് സാർ, സാർ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ? എടോ പിന്നെ ടെൻഷൻ അടിക്കാതെ എന്തോ ചെയ്യും? 3 കോടി രൂപയുടെ ക്യാഷാണ് വീട്ടിലിരിക്കുന്നത്. ആരെങ്കിലും ഒറ്റ കൊടുത്തതെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം ഒറ്റയ്ക്ക് ഞാൻ തന്നെ അനുഭവിക്കണ്ടേ? എന്നാ ഞാൻ ഒരു കാര്യം പറയാം, നമുക്കിതങ്ങ് വീതം വെക്കാം. അപ്പൊ അവനോന്റെ മുതൽ അവനോനങ്ങ് നോക്കിയാൽ മതിയല്ലോ. അത് കൊള്ളാമല്ലോ. ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിലേ ഈ 25-ാം തീയതി രാത്രിയിൽ എൻ്റെ വീട്ടിൽ വെച്ച് വീതം വയ്ക്കാം. അതെന്താ 25-ാം തീയതി? അന്ന് മോള് വീട്ടിൽ കാണില്ല. മോളി ഉണ്ടെങ്കിൽ എന്താണ്? അത് ശരിയാവില്ല, അത് ശരിയാവില്ല. ആ 25-ക്ക് 25. അതുവരെ സാറൊന്നും ടെൻഷൻ അടിക്കാതിരിക്കോ? ഓ ഓക്കെ, ശരി ശരി ശരി. Why so serious cooking? പേടിച്ചോയോ? ഞാൻ പേടിച്ചൊന്നുമില്ല. എനിക്കറിയായിരുന്നു ഏതെങ്കിലും വൃത്തിയിട്ട കള്ളന്മാരായിരിക്കും. കള്ളന്മാരോ? ആ, അതിനാ ഒറ്റക്കല്ലോ വന്നത്. ഇതെന്താണ്, പോലീസുകാരെ വീട്ടിലും ഗോതമ്പുണ്ടയോ? ഓരോരോ ശീലങ്ങളെ. അതെ, ഞാനൊരു കാര്യം ചോദിച്ചാ ഇയാൾക്ക് എന്തെങ്കിലും തോന്നുമോ? ആദ്യം ചോദിക്കേ, എന്നിട്ട് നോക്കാം തോന്നൂല്ലെന്ന്. ഇയാൾക്ക് ഈ മോഷണമൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? എന്തിന്? ഒരാൾക്ക് മാറത്തുള്ള ഒന്നും ഞാൻ മോഷ്ടിക്കാറില്ല. അതിപ്പോൾ പൊന്നാണെങ്കിലും ശരി, പണമാണെങ്കിലും ശരി. പിന്നെ ഞാൻ കുഞ്ഞു മുഹമ്മദ്. മനോജനറിയാം. മനോജേട്ട സ്ഥലത്തില്ല, 2 ദിവസം കഴിഞ്ഞിട്ടേ വരൂ. അത് സാരമില്ല, ഞങ്ങൾ നിങ്ങളെ കാണാനാ വന്നേ. എന്നെ അവൻ എൻ്റെ ഒരു 3 കോടി രൂപ എടുത്തിട്ടുണ്ട്. മോൾക്കറിയാലോ. അവനോടത് തിരിച്ചു തരാൻ മോള് പറയണം. അത് ഞാൻ മോള് പറഞ്ഞാൽ അവൻ തരും. വീട്ടില് പെണ്ണുങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? പിന്നെ അപ്പോ ഞാൻ പോട്ടെ. പിന്നെ ഒരു കാര്യം, കുട്ടിയുടെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വേണം. സ്കൂൾ ബസ് വരുമ്പോൾ കാത്തു നിൽക്കുന്നതാണ് നല്ലത്. കാലതല്ലേ. ഒന്ന് വരുന്നുണ്ടോ? ബർത്ത്ഡേക്കല്ലേ, പെണ്ണ് കാണണമെന്നൊന്നും അല്ലല്ലോ. നീ ഇത്ര നേരത്തെ റെഡി ആയിട്ട് ഇത് എങ്ങോട്ടാണ്? ബർത്ത്ഡേക്ക്. നിന്നെ വിളിച്ചതിന് ബർത്ത്ഡേക്ക്? ആ, ആര് പറഞ്ഞു എന്നല്ലേ വിളിച്ചത്? അല്ല, ചേച്ചീൻ്റെ മുഖത്തേക്ക് നോക്കിയല്ലോ. പോവാ. അങ്ങനെ മടക്കൊന്നും കുത്തല്ല, അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഓ ഓ, പോവാ. കേക്ക് എന്നെ കാണാൻ നല്ല വൃത്തിയായില്ലേ? നല്ല വൃത്തികളുണ്ട്. ഓസിക്ക് വന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് കള്ള നീല്ലേ? ആ ഫോൺ ചെയ്തേ. ഒരു മിനിറ്റ്. ഹലോ ഹലോ. പ്രേംകുമാറാണ് വിളിച്ചത്, വിജിലൻസിലെ. ഈ ഹവാല കേസിനെ കുറിച്ച് ചോദിച്ചെന്നോട്. എന്നിട്ട് എനിക്ക് ആകെപ്പാടൊരു ടെൻഷൻ. അല്ല, അവൻ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നെങ്കിലോ? സാറി പോ സാറേ. അല്ല, കുഴപ്പമില്ല. അയ്യോ, വിജിലൻസ് അവരാണോ? സാറോ പോയി മൂടിക്കോ, ശബ്ദം ഉണ്ടാക്കല്ലേ.
കയറി വാ സാർ. ജയകൃഷ്ണ. എന്റെ പൊന്ന് ജയകൃഷ്ണ, എത്ര നേരമായിട്ട്. നല്ല മഴ. പേടിപ്പിച്ചോളൂ. മനോജ് സാറേ, ഞാനിങ്ങോട്ട് കയറി വരുമ്പോഴേ അവിടെ പുറത്തൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. ഞാൻ കുറെ ഹോണടിച്ചിട്ട വണ്ടി. വണ്ടിയോ? എവിടെ? സാറിന്റെ ഗേറ്റിന്റെ ഈശോയെ, വിജിലൻസ് മോമെന്റാണോ? പൊന്ന് സാറേ, സാറിങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ആരെങ്കിലും വണ്ടി ഒതുക്കിയല്ലായിരിക്കും. നമുക്ക് ഈ പരിപാടി നോക്കാം. അതെ, ഇവിടെ വേണ്ട. ഇവിടെ അത്ര സേഫ് ആയിട്ട് തോന്നുന്നില്ല. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം. സാറെന്ന് വർത്താനാണ് ഈ പറയുന്നത്. സാർ പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്താൽ. എടോ, ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ചാൽ എടോ ഞാൻ ഒറ്റയ്ക്ക് തൂങ്ങേണ്ടി വരും. പറഞ്ഞ മനസ്സിലായില്ലേ? അല്ല, അതുകൊണ്ട് നമുക്ക് എന്റെ പൊന്ന് സാർ, അതുകൊണ്ട് നമുക്ക് വേറെ സേഫ് ആയിട്ടുള്ള സ്ഥലത്തോട്ട് പോവാം. എനിക്കറിയാം എന്താ ചെയ്യേണ്ടത്. സാറിനെ ഒന്നും മിണ്ടണ്ട, എടുത്ത് കയറാം. വായും കോപ്പും ഞാൻ ഷർട്ട് മാറട്ടെ. മനോജ് സാറിന്റെ ഒരു പകുതി ധൈര്യം മനുഷ്യനുണ്ടായിരുന്നു കേട്ടോ. ശരി. പണി പാളിയിലേക്കാ. നമ്മുടെ പൈസ കൊണ്ട് അവർ പോയല്ലോ. ഞാൻ തിന്നില്ലെങ്കിലും അവനെ കൊണ്ട് തീറ്റിക്കില്ല. നീ വണ്ടി എടുക്ക. കുഴപ്പമില്ല, അങ്ങോട്ട് പോവാം. മനോജെ, ആശ അറിഞ്ഞ പ്രശ്നമാവൂലേ? എന്റെ ഭാര്യ ഞാൻ പറയുന്നിടത്ത് നിൽക്കും. അല്ലാണ്ട് സാറിനെ പോലെ എന്റെ നട്ടലിന് വളവൊന്നുമില്ല. മോൾക്ക് സന്തോഷാവട്ടെ എന്ന് കരുതിയിട്ട്. ആരോട് ചോദിച്ചിട്ട്? നിന്നോട് ചോദിച്ചാൽ ആരോട് ചോദിച്ചിരുന്നു? അത് തോന്നിയാസിനെ അയലൊക്കെ നിന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ആശാണ്ടി. അതിന് ഇത് നിങ്ങളുടെ കാശൊന്നും. മനോജെ, ഇങ്ങനെ ചൂടാടോ. ഇതിനാണോ നമ്മളിങ്ങോട്ട് വന്നത്? വന്നേ. നിങ്ങൾ എന്താ കൂടെ വരുന്നത്? ഞാൻ കൊണ്ടുതരാം. ബാഗ് തന്നാൽ മതി. വെപ്രാളം വേണ്ട. പുറത്തോട്ടൊരു കണ്ണ് വേണം. മനസ്സിലായോ? ഓക്കെ സാർ. വല്ലതും നടക്കൂടോ? പറ്റിക്കോ? എണ്ണായിരിക്കും. എടോ, കിട്ടിയത് കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് അവന്മാരിൽ കുഴപ്പമുണ്ടാക്കൂ. എന്ത് കുഴപ്പമുണ്ടാക്കാൻ? 5% വെച്ച് ഓരോരുത്തർക്കും കൊടുത്തില്ലേ? ചൂടാവാതെ. പിന്നെ ആരോടും പറയല്ലേ.
ആ ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ, വെച്ചിട്ട് പോ. ഇതാരാ തുറന്നിട്ട്? അത് നമ്മൾ വന്നപ്പോഴേ തുറന്നു കൊടുക്കല്ലായിരുന്നു. പൂട്ടിയോ? ആ. ഇതാ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും? കുടിക്കാൻ സാധാ വാ. പിടിച്ചേ എല്ലാവരുടെയും ബാഗ്. ശരി കാണാം സാർ. അയ്യോ